ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാൻ പറ്റുന്ന പൂരി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ ഡിലീഷ്യസായ ഈ പൂരി മസാല എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ സോഫ്റ്റായ പൂരി ഉണ്ടാക്കാനുള്ള ചില ടിപ്സുകളും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. ഉണ്ടാക്കി കഴിച്ച് ഇതിൻ്റെ വ്യത്യാസം അറിയൂ. പൂരി പലരും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചിലപ്പോൾ അത് പൊങ്ങത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ കട്ടിയായി പോവും, ചിലപ്പോൾ എണ്ണ കുടിച്ച് അത് ഇങ്ങനെ ദോശ പോലെ പരന്നിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അധികം എണ്ണയില്ലാതെ നല്ല പൂരി ഉണ്ടാക്കാനുള്ള വിധമാണ് ഞാൻ പറയുന്നത്. ഒരു ബൗളിലോ കപ്പിലോ 1/4 ഭാഗം റവയും 1/4 ഭാഗം മൈദയും എടുക്കുക. ഏത് പാത്രത്തിലാണ് എടുക്കുന്നത്, കപ്പിലാണെങ്കിൽ 2 കപ്പ്, അല്ലെങ്കിൽ ബൗളിലാണെങ്കിൽ 2 ബൗൾ നിറച്ച് ഗോതമ്പ് പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്രയും സോഫ്റ്റ് ആകാൻ പാടില്ല, അതിന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണ മുഴുവൻ കുടിച്ച് അത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഇതാവും. നല്ല പൂരി വേണമെങ്കിൽ ഇത്രയും സോഫ്റ്റായിട്ട് കുഴച്ചാൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതുപോലെ പരത്തുമ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന ആ ചൂടെണ്ണയിലേക്ക് നമ്മളെടുക്കുന്ന മാവൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് സൈഡൊന്നിങ്ങനെ മുക്കിയിട്ട് പരത്തുകയാണെങ്കിൽ ആ എണ്ണ ചീത്തയാവാതിരിക്കും. പൊടി മുക്കി പരത്തിയാൽ എണ്ണ കറുത്തു പോകും, പിന്നെ നമുക്ക് ആ എണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണയിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇത് വെച്ച് ഒന്ന് തട്ടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫിയായ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിങ്ങനെ പൊങ്ങി വരും. എണ്ണ ഒന്ന് ചെറുതായിട്ട് പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് തട്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം പൊങ്ങി വരും. ഇതൊക്കെയാണ് പൂരിയുടെ ടിപ്പുകൾ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ പൂരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയാലുടൻ കുറച്ച് ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് ഒരു വലിയ സവോളയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ്, ഒരുപാട് ചെറുതാകണ്ട, നമ്മൾ ഇതിനൊക്കെ സാധാരണ ഇതിലൊക്കെ അരിയുന്ന പോലെ നീളത്തിലല്ല, വട്ടത്തിലിങ്ങനെ ചതുരത്തിലരിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ഒന്ന് വഴന്ന് ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട, ചെറുതായി ഒന്ന് പിന്നെ സവോളയുടെ നിറമൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 6 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. ഒരുപാട് ചെറുതല്ല, ഇതിന് ഇത്തിരി വലിയ ഉരുളക്കിഴങ്ങാണ്. 6 ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ഉടച്ച് അതിൽ ചേർക്കുക. കരിവേപ്പിലയും ചേർക്കാം അതിൻ്റെ കൂടെ. കരിവേപ്പില നല്ലോണം ഇടുന്ന ടേസ്റ്റാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക എല്ലാം കൂടെ. പിന്നെ നമ്മൾ എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം കൂടെ ചേർത്ത്, അഥവാ വെള്ളം കൂടിയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കോളും. കട്ടയായിട്ട് അധികം വേകാത്ത ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഗ്രേവി ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൂരി മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കഴിച്ചിട്ട് കമൻസിൽ അറിയിക്കുക എന്നെ. പൂരി മസാല എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ.